ചങ്ങാതിമാർക്കെല്ലാം ഒരു കിടുക്കാച്ചി ഈദ് മുബാറക്ക് ഇരിക്കട്ടെ. അപ്പോൾ എൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും സന്തോഷവും സമൃദ്ധിയും സമാധാനവും ഐശ്വര്യവും ഒക്കെ ദൈവം തമ്പുരാൻ തരട്ടെ. അപ്പം ഇന്നൊരു കിടുക്കാച്ചി ഐറ്റം കേട്ടോ. നല്ല സോഫ്റ്റ് പത്തിരിയും കൂടെ മട്ടൻ കറിയും നമ്മുടെ സ്പെഷ്യലാട്ടോ ഇന്നത്തെ കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും നല്ല നല്ല കമൻ്റ് ഇടാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം നല്ല വൃത്തിയാക്കിയ മട്ടൻ പീസ അത് നമ്മൾ വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ കഴുകി നല്ല നീറ്റാക്കി ഇങ്ങെടുക്കാൻ പോവാം കേട്ടോ. കണ്ടോ, ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. ശേഷം വലിയൊരു ഉരുളിയും കത്തിക്കുക. കണ്ടില്ല, നല്ല സ്റ്റൈലായിട്ട്. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഇതുപോലെ വാരി ഒഴിക്കുക. കൂടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, തേങ്ങാക്കൊത്ത്, ഇത്ര സാധനം ഉരുളിയിലിട്ടങ്ങ് നമുക്ക് വാട്ടിയെടുക്കാം. ഇതുപോലെ റോസ്റ്റാക്കി ഇങ്ങെടുക്കുക. അവനൊന്ന് ലെവലായി കഴിയുമ്പോൾ ചെറുതായി അരിഞ്ഞ സവോള ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവനെയും ഇതുപോലെ റോസ്റ്റാക്കുക. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് റോസ്റ്റ് ചെയ്തു. ഇതൊന്ന് വാടിക്കിട്ടാൻ വേണ്ടി ഒരു 2 സ്പൂൺ ഉപ്പും അങ്ങ് ഇട്ടു, നല്ല രീതിയിലും കിട്ടും. എന്നിട്ട് ഇതുപോലെ ലൈറ്റ് കളറാകുന്നവരെ ഇവനെ അങ്ങ് വാട്ടിയെടുക്കുക. ഇവൻ സെറ്റായെന്നറിയുമ്പോഴേക്ക് അതിലേക്ക് കണ്ടില്ലേ, ഒരു 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 അല്ല 4 സ്പൂൺ മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, അതിനുശേഷം കുറച്ച് മീറ്റ് മസാല ഇവനെ ഇട്ട് ഇതിലിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് കണ്ടില്ലേ, അപ്പോൾ പച്ചപ്പൊക്കെ മാറി നല്ല സെറ്റായി കിട്ടും. കണ്ടില്ലേ, അവൻ റെഡിയായി കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുക മട്ടനും എടുത്ത് അതിലേക്കൊരു മറിക്കുക. മറിച്ചിട്ട് അവനെ ഇതിലിട്ട് ഒന്ന് ഉലർത്തിയെടുക്കുക. നല്ല ഭംഗിയായിട്ടൊക്കെ ഉലർത്തുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല, വേറെ ലെവലാണ് സാധനം. എന്നിട്ട് ഇവനെ ഒന്ന് വേവിച്ചെടുക്കണമല്ലോ. മട്ടൻ വേവാൻ സമയമെടുക്കും. അതിനാവശ്യത്തിന് അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവനെ ഈ ഉരുളിയിലിട്ടങ്ങ് വേവിച്ചെടുക്കുക. എല്ലാ സമയം എടുക്കും കേട്ടോ. പ്രഷർ കുക്കർ ഉണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വേവിച്ചെടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ഓൾമോസ്റ്റ് കുറേ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവനെ ഏകദേശം വെന്തൊക്കെ വരുന്ന രൂപമായി ആയി കഴിയുമ്പോൾ ഇച്ചിരി ഗരം മസാലയും ഇച്ചിരി നമ്മുടെ ജീരക പൗഡറും കൂടെ ഇട്ട് ഒന്ന് കലക്കിയെടുക്കുക. കണ്ടില്ലേ, നല്ല തിളച്ച് സെറ്റായി മട്ടൻ വെന്തെന്ന് അറിയുമ്പോഴേക്ക് അതിലേക്ക് ലാസ്റ്റ് തേങ്ങാപ്പാൽ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അത് കഴിയുമ്പോൾ വേറെ ലെവലാവും സാധനം. ഒന്ന് കൂറുകി നല്ല സ്മെല്ലായിട്ട് സാധനം ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ട് കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും. ഒരു പിടുത്തങ്ങ് പിടിക്കാൻ തോന്നുന്നില്ലേ? ഇപ്പോൾ ഇവൻ സെറ്റായിട്ടിരിക്കുമ്പോഴേക്ക് ഇതിലേക്ക് നമുക്ക് ഇച്ചിരി പോളിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇച്ചിരി താളിപ്പം കണിക്കുക. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, പെരിഞ്ചീരകം ഇടുക, മുളക് ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് തീ പിടിപ്പിച്ച് ഇവനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോഴേക്ക് അതിൽ വെച്ചിരിക്കുക മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് ഇതുപോലെ അങ്ങ് ഉലർത്തിയിട്ട് നേരെ ഇതിന് മുകളിലേക്ക് ഒരു മറിയങ്ങ് മറിച്ചു. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ എന്നാ സ്മെല്ലാ ചങ്ങാതിമാരെ, നക്കിയെടുക്കാൻ തോന്നുന്നുള്ള ടേസ്റ്റ് ഒരു രക്ഷയുണ്ടാകും. എന്നാൽ ആ സമയത്ത് നമുക്ക് ഇവൻ്റെ കൂടെ പിടിക്കാൻ വേണ്ടി ഇച്ചിരി പത്തിരി ഉണ്ടാക്കുക. ആദ്യം വെള്ളം ഒഴിക്കുക, തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക, ഉപ്പിട്ട് ഇതുപോലെ തിളപ്പിച്ച് കുറുക്കി ഇങ്ങെടുക്കുക. കുറുക്കി എടുത്ത് കഴിയുമ്പോഴേക്ക് അരിപ്പൊടി എടുത്തൊരു മറിക്കുക. അരിപ്പൊടി ഇങ്ങനെ മറിച്ച് കഴിയുമ്പോഴേക്ക് ഇത് മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങ് പാകത്തിനാകുന്നില്ല നേരെ ഇതുപോലൊരു ബേസിനിലേക്ക് എടുത്തൊരു മറിച്ചിട്ട് അതിൻ്റെ അകത്തിട്ട് നല്ലോണം ഇടിയും ചവിട്ടും കൂത്തും എല്ലാം അങ്ങ് കൊടുക്കുക. അപ്പോഴേക്ക് ആ മാവ് നല്ല സോഫ്റ്റായിട്ട് ഇടും. നല്ലോണം അങ്ങ് ഇടിച്ചോട്ടെ, ഒരു മയം നോക്കണം. നല്ല കാട്ടയ്ക്ക് ഒരു 3-4 ഇടി അങ്ങ് ഇടിച്ച് കഴിയുമ്പോഴേക്കും ഇവൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒരു 10 മിനിറ്റ് അങ്ങ് ഇരിക്കുകയും ചെയ്തോട്ടെ. അപ്പോഴേക്കും മാവ് നല്ല വേറെ ലെവലായിട്ട് കിട്ടും. അത് റെഡി ആയി കഴിയുമ്പോഴേക്കും ഇതുപോലെ ചെറിയ ഉണ്ട രൂപത്തിലേക്ക് ഇവനെ പിടിക്കുക. നാരങ്ങ വലുപ്പത്തിലേക്ക് പിടിക്കുക. നാരങ്ങാക്കാലം ഇച്ചിരി കൂടി ചെറുതായാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഉണ്ടെങ്കിൽ പിടിച്ചെടുക്കുക. കണ്ടില്ലേ, ഈവൻ ലെവലായി കഴിയുമ്പോഴേക്ക് കുറച്ച് സെറ്റായിട്ടുള്ള അരിപ്പൊടി എടുത്തിട്ട് ഇങ്ങനെ ഈ ഷേപ്പൊക്കെ ആക്കിയിട്ട് നേരെ എടുത്ത് അരിപ്പൊടിയിലേക്ക് 2 കലക്കുക. ഇതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് നേരെ വെക്കുക. ഒരു പ്രസ് ചെയ്ത ശേഷം അരിപ്പൊടിയിലൊന്ന് മുക്കുക. ശേഷം റോളർ വെച്ച് ഇതുപോലെ തിൻ ഷീറ്റാക്കി എടുക്കുക. എന്നിട്ട് ഇവനൊന്ന് ഷേപ്പാകാൻ വേണ്ടി ഇതുപോലെ കട്ടർ വെച്ചൊന്ന് കട്ട് ചെയ്യുക. കണ്ടില്ലേ, ഇതുപോലെ കട്ടർ ചെയ്യുക. അതുപോലെ ഒന്നും കൂടെ 2, 3, 4 ഒക്കെ അങ്ങ് ഉണ്ടാക്കി ധൈര്യമായിട്ട്.
ഇതുപോലെയൊക്കെ ഷീറ്റാക്കിയിട്ട് തിൻ ഷീറ്റായിരുന്നാലേ ഇതിൻ്റെ സോഫ്റ്റ് കിട്ടുള്ളൂ, ഒരു മയം കിട്ടുള്ളൂ. ഇതുപോലെ ഷീറ്റാക്കി കട്ടറൊക്കെ വെച്ച് കട്ട് ചെയ്ത് നല്ല ഷേപ്പാക്കി കുട്ടപ്പനാക്കി നമ്മുടെ പത്തിരി റെഡി ആയിരിക്കണം. ഇനി നമുക്ക് ഇവനെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓവറായിട്ട് ഇവനെ വേവിക്കുകയും ചെയ്ത് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിന്നാൻ ഒരു സുഖം ഉണ്ടാവില്ല, ഒരു റിസ്ക് പോലെ ഇരിക്കും, അതുകൊണ്ടൊരു സുഖം ഉണ്ടാവില്ല. ക്രിസ്പായിട്ട് നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വേണം പത്തിരി ഇരിക്കാൻ, നല്ല കഴിക്കുന്നൊരു സുഖം ഉണ്ടാവില്ല. എന്നിട്ട് ഇതുപോലെ ആ മട്ടൻ കറി വാരി ആ പാത്രത്തിലേക്ക് ഇടുക. ഇത് കാണുമ്പോൾ തന്നെ കിളി പോകുന്നുണ്ട് ചങ്ങാതിമാരെ. എന്നിട്ട് ഒരു പിടുത്തം പിടിക്കാൻ വേണ്ടത് ആദ്യം പത്തിരിയിലേക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഇതുപോലെ എങ്ങ് ഒഴിച്ചു കൊടുക്കുക. വേറെ ലെവലാ ചങ്ങാതിമാരെ. ശേഷം മട്ടൻ കറി എടുത്തത് ഇതുപോലൊരു പീസും ആ ഗ്രേവിയും കൂടെ കൂട്ടി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്ലോ മോഷനിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ചങ്ങാതിമാരെ ഒരു രക്ഷയില്ല, വേറെ ലെവലാണ് കേട്ടോ. കൊതി വന്നിട്ട് ഒരു രക്ഷയില്ല. ഒന്നും നോക്കണ്ട, വീട്ടിലങ്ങ് രണ്ടും കൽപ്പിച്ചങ്ങ് ഉണ്ടാക്കിക്കോ. ഉണ്ടാക്കി പിള്ളേർക്കും എല്ലാവർക്കും അങ്ങ് വാരി അങ്ങ് വെതറങ്ങ് സ്നേഹം വെതറുന്ന പോലെ അങ്ങ് വെതറിക്കോ, ഒന്നും നോക്കണ്ട. എന്നിട്ടൊരു പിടുത്തം പിടിച്ചോ. അപ്പം ഇഷ്ടപ്പെട്ട ചാനലിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും